എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് 35 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11, 22, 33 ഇങ്ങനെ തുടർന്നു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് ഹാഫ് n ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. നമുക്കിവിടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് x25 അല്ലേ? ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോർമുലയ്ക്ക് എന്ത് മാറ്റം വരും? ഹാഫ് n എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു n എന്നാണ് അർത്ഥം. ഇവിടെ n എത്രയായിരിക്കും? എത്ര ടേംസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 25 ടേംസിൻ്റെ. അപ്പോൾ ഇവിടെ n എത്രയാണ്? 25. പിന്നെ ഇൻറ്റു ഹാഫ് n ഇൻറ്റു x1 പ്ലസ് xn ആണ്. ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ഇൻറ്റു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? 11 പ്ലസ് ഇവിടെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ടേം xn എന്ത് വരും ഇവിടെ? x 25ാമത്തെ ടേം. അപ്പോൾ ഇവിടെ സം കണ്ടുപിടിക്കാൻ നമുക്ക് 25ാമത്തെ ടേം കൂടി കണ്ടുപിടിച്ചാൽ മതി. അതെന്താണെന്ന് നോക്കാം. ഇവിടെ 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. എന്ത് ടേം കണ്ടുപിടിച്ചിട്ടും ഒക്കെ കണ്ടുപിടിക്കാം. ഞാൻ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം ഫസ്റ്റ് ടേമിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 25ാമത്തെ ടേം നമുക്ക് കിട്ടും? ടു ഗെറ്റ് 25th ടേം ഫ്രം ഫസ്റ്റ് ടേം വി മസ്റ്റ് ആഡ് 25 മൈനസ് 1 എത്രയാണ്? 24 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 25ാമത്തെ ടേം x25 എന്ത് വരും? ഫസ്റ്റ് ടേം 11 ആണെന്നറിയാം. 11 പ്ലസ് 24d എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 22ൽ നിന്ന് 11 കുറച്ചാൽ എത്രയാ? 11. ഇങ്ങനെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സൈഡിൽ എഴുതി കുറച്ച് നോക്കിയാൽ മതി. 22 മൈനസ് 11. അപ്പോൾ നമുക്ക് 11 കിട്ടും. അപ്പോൾ 24 ഇൻറ്റു 11. ഒരു കണക്കിൽ ഇപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതിന് ശേഷമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് 24 ഇൻറ്റു 11 അതെന്താണെന്ന് നോക്കണം. 24 ഇൻറ്റു 11 ഒരു 4 4 1 2 2 വീണ്ടും ഒരു 4 4 1 2 2 4 6 2 264. 11 പ്ലസ് 264. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താണെന്ന് നോക്കണം. 264ൻ്റെ കൂടെ 11 കൂട്ടിയാൽ 4 1 5 6 1 7 2. 264 11 കൂടെ കൂട്ടിയാൽ 275. അപ്പോൾ 25th ടേം 25ാമത്തെ ടേം നമുക്ക് 275 എന്ന് കിട്ടി. ഇനി നമുക്ക്
ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പോൾ സം എന്ത് വരും? 1/2 ഇൻറ്റു 25 ഇൻറ്റു 11 പ്ലസ് 25ാമത്തെ ടേം എന്താണെന്ന് നമുക്ക് കിട്ടി? 275. സം ഈക്വൽ ടു 1/2 ഇൻറ്റു 25 ഇൻറ്റു 11 പ്ലസ് x25. 25ാമത്തെ ടേം നമുക്ക് 275 ആണെന്ന് കിട്ടി. ഈക്വൽ ടു 1/2 ഇൻറ്റു 25 ഇൻറ്റു ഈ ബ്രാക്കറ്റിലെ ക്രിയ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 275 പ്ലസ് 11 എന്താണെന്ന് നോക്കാം. 5 1 6 7 1 8 2 286. ഇവിടെ 25നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയില്ല. അതായത് 25 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ 25നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരു പൂർണ്ണസംഖ്യ, ഒരു ഹോൾ നമ്പർ ആൻസറായിട്ട് കിട്ടുകയില്ല. പക്ഷേ 286നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 286 ഈസ് ഡിവിസിബിൾ ബൈ 2. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയിട്ട് ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8 ഇവയിലേതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ഇഫ് ഇറ്റ് ഹാസ് എ 0, 2, 4, 6 or 8 ഇൻ ദി വൺസ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആണ്. അപ്പോൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ നമുക്ക് ഹരിച്ച് നോക്കാം. 2ൽ 2 ഒരു പ്രാവശ്യം, 1 2 2. 8ൽ 2 4 പ്രാവശ്യം, 4 2 8 ആണല്ലോ. 6ൽ 2 3 പ്രാവശ്യം. അപ്പോൾ 25 ഇൻറ്റു 143 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതായിരിക്കും സമ്മ്. അപ്പോൾ നമുക്ക് 143 ഇൻറ്റു 25 കണ്ടു നോക്കാം. I3 15, 1 ബാക്കി. I4 20, 21 21, 2 ബാക്കി. 1 5 5, 2 7. പിന്നെ 23 6, 2 കൊണ്ടാണ് ഗുണിക്കുന്നത്. 24 8, 1 2 2, 5 6 1 7, 8 7 15, 1 ബാക്കി. 2 1 3. അപ്പം 3575 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 12, 23, 34 ഇങ്ങനെ തുടർന്നു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെയും ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് 12n ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ ആദ്യത്തെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x25 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഫോർമുല എങ്ങനെ വരും? 12 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ്? 25 ഇൻറ്റു ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ഏതാണ്? 12 പ്ലസ് ഇവിടുത്തെ ലാസ്റ്റ് ടേം, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം xn എത്രാമത്തെ ടേം ആയിരിക്കും? 25ാമത്തെ ടേം ആയിരിക്കും അല്ലേ. നമുക്ക് ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം ഞാൻ ഫസ്റ്റ് ടേമിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ
25 മൈനസ് 1 24 മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 25ാമത്തെ ടേം കിട്ടും. To get 25th term from first term, we must add 24 times common difference. അപ്പോൾ ഇവിടെ D എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? D എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 23 നിന്ന് 12 കുറച്ചാൽ 11. അപ്പോൾ 25ാമത്തെ ടേം x 25 സമം ഫസ്റ്റ് ടേം 12 ആണ്. 12 പ്ലസ് 24 ഇൻറ്റു D 11 ഇങ്ങനെ വരുമ്പോൾ ആദ്യം 24 ഇൻറ്റു 11 കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന ആൻസറിനെ 12 കൊണ്ട് കൂട്ടുക. 24 ഇൻറ്റു 11 1 4 4 1 2 2 വീണ്ടും 4 2 4 6 2 264 12 പ്ലസ് 264. അപ്പോൾ 264ൻ്റെ കൂടെ 12 കൂട്ടിയാൽ എന്ത് വരും? 4 2 6 6 1 7 2 276. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം 276 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്ത് വരും? സം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 12 പ്ലസ് 25ാമത്തെ ടേം 276 ആണ്. അപ്പോൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 276ഉം 12ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 6 2 8 7 1 8 2 288. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 25 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. 25നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയില്ല. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയാൽ മതി. 0 2 4 6 8 ഇവയിലേതെങ്കിലും ഒന്നാണെങ്കിൽ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പം 288 ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2ൽ 2 1 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം അല്ലേ? 24 8 വീണ്ടും 8ൽ 2 4 പ്രാവശ്യം. ഇനി 25 ഇൻറ്റു 144 എത്രയാണെന്ന് നോക്കണം. 144നെ 25 കൊണ്ട് ഗുണിച്ചാൽ 4 20 2 ബാക്കി, 4 20 22 22 2 ബാക്കി, 1 5 5 2 7 24 8 24 8 2 0 8 2 10 1 ബാക്കി, 7 1 8 8 8 16 2 1 3 3600. ഇവിടെ എന്ത് കിട്ടി? 3600. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ് എത്രയാണ്? 3600. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 21 32 43 ഇങ്ങനെ തുടർന്ന് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സം കണക്കാക്കുക. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് n ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് x25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയായി മാറും? ഹാഫ് ഇൻറ്റു ഇവിടെ n നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ n 25 ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ ടു 25 ഇൻറ്റു ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? 21 പ്ലസ് നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം xn ഈക്വൽ ടു എന്ത് വരും? x 25ാമത്തെ ടേം. അപ്പോൾ നമുക്കിവിടെ സമ്മ കണ്ടുപിടിക്കാൻ ഈ 25ാമത്തെ ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ
ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടണം? 25 മൈനസ് 1 24 മടങ്ങ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും. ടു ഗെറ്റ് 25th ടേം ഫ്രം ഫസ്റ്റ് ടേം വി മസ്റ്റ് ആഡ് 24 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ x1 ഇവിടെ എത്രയാണ്? 21 പ്ലസ് 24 d എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു ഡി ആണ്. ഇവിടെ ഡി എത്രയാണ്? 32 മൈനസ് 21. 32 ന് 21 കുറച്ചാൽ എത്രയാണ്? 11. ഡി കണ്ടുപിടിക്കാൻ നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം 24 ഇൻറ്റു 11 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഉത്തരത്തിൻ്റെ കൂടെ 21 കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 24 ഇൻറ്റു 11 ചെയ്യാം. 1 4 4 1 2 2 വീണ്ടും 1 4 4 1 2 2 4 6 2 അപ്പോൾ 264. അപ്പോൾ 21 പ്ലസ് 264 അതെന്ത് വരും? 264 പ്ലസ് 21 4 1 5 6 2 8 285. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം നമുക്ക് 285 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. 1/2 ഇൻറ്റു 25 ഇൻറ്റു 21 പ്ലസ് 25ാമത്തെ ടേം നമുക്ക് എന്താണെന്ന് കിട്ടി? 285 ആണെന്ന് കിട്ടി. അപ്പോൾ സം ഈക്വൽ ടു ഇവിടെ ഈ 25ാമത്തെ ടേമിന് 285 കൊടുത്താൽ മതി. 1/2 ഇൻറ്റു 25 ഇൻറ്റു എന്ന് ഇടണമെന്ന് നിർബന്ധമില്ല ഈ ബ്രാക്കറ്റ് ഉള്ളപ്പം. 21 പ്ലസ് 285 ബ്രാക്കറ്റിലെ ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 285ഉം 21 കൂടി നമുക്ക് ആദ്യം കൂട്ടാം. 285 പ്ലസ് 21 5 1 6 8 2 10 2 1 3. അപ്പോൾ 1/2 ഇൻറ്റു 25 ഇൻറ്റു 306. നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള പ്രോബ്ലത്തിലൊക്കെ കണ്ടു 25 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. 25നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയില്ല. പക്ഷേ 306നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 306 ഈസ് ഡിവിസിബിൾ ബൈ 2. അതായത് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം വൺസിൻ്റെ പ്ലേസിലെ അക്കം 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള കണക്കിൽ കണ്ടു. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 3ൽ 2 1 പ്രാവശ്യം, 1 2 2 1 ബാക്കി, 10ൽ 2 5 പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം. അപ്പോൾ എന്ത് വരും? 25 ഇൻറ്റു 153. അപ്പോൾ 153 ഇൻറ്റു 25 I3 15 1 ബാക്കി, I5 25 25 1 26 2 ബാക്കി, 1 5 5 5 2 7 23 6 I2 10 1 ബാക്കി, 1 2 2 2 1 3 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 5 6 6 12 1 ബാക്കി, 7 1 8 3825. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സം എത്രയാ? 3825, 3825. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ 19 28 37 ഇങ്ങനെ തുടർന്നു പോകുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെയും ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണെന്നറിയാം. 1/2 n ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് അറിയാം. നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയായിട്ട് മാറും? 1/2 ഇൻറ്റു ഇവിടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ ടു എത്രയായിരിക്കും? 25 ഇൻറ്റു
ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 19 ആണ്. 19 പ്ലസ് ലാസ്റ്റ് ടേം എക്സൻ എന്തായിരിക്കും? എക്സ് 25, 25ാമത്തെ ടേം ആയിരിക്കും. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 25ാമത്തെ ടേം, ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്കറിയാം. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 25 മൈനസ് 1 24 മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടണം. ഫസ്റ്റ് ടേം 19 ആണെന്നറിയാം. 24 ഇൻറ്റു 19 പ്ലസ് 24 ഇൻറ്റു ഇവിടെ ഡി എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 28 മൈനസ് 19 എത്ര വരും? 9. അപ്പോൾ 24 ഇൻറ്റു 9 ഈക്വൽ ടു 19 പ്ലസ് 24 9ഉം കൂടെ ഗുണിച്ചാൽ എത്രയാ? 9 4 36, 3 ബാക്കി 29 18, 18 3 21, 216. ഇതെന്ത് വരും? 216ഉം 19ഉം കൂടെ കൂട്ടിയാൽ 6 9 15, 1 ബാക്കി 1 1 2, 2 1 3, 235. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം 235 ആണെന്ന് കിട്ടി. ഇനി ആദ്യത്തെ 25 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 19 പ്ലസ് ഈ എക്സ് 25ന് പകരം 235 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? സം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 19 പ്ലസ് എക്സ് 25 235 ആണെന്ന് നമുക്കറിയാം. ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു ആദ്യം ബ്രാക്കറ്റിലുള്ളത് ക്രിയ ചെയ്യണം. 235ഉം 19ഉം കൂടെ കൂട്ടിയാൽ 5 9 14, 1 ബാക്കി 3 1 4, 4 1 5, 254. ഇവിടെ 25നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയില്ല. 254നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 254 ഈസ് ഡിവിസിബിൾ ബൈ 2 കാരണം വൺസിൻ്റെ പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം, 5ൽ 2 2 പ്രാവശ്യം, 2 4, 1 ബാക്കി അല്ലേ? 14ൽ 2 7. അപ്പോൾ 25 ഇൻറ്റു 127 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പം 127 ഇൻറ്റു 25, 7 5 35, 3 ബാക്കി, 2 10, 10 3 13, 1 ബാക്കി, 1 5 5, 1 6, 7 14, 1 ബാക്കി, 2 4, 4 1 5, 1 2 2, 5 7, 6 5 11, 2 1 3, 3175. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേമിൻ്റെ സം എത്രയാണ്? 3175. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ 1 6 11 ഇങ്ങനെ തുടർന്നു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സം കണ്ടുപിടിക്കുക. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ ഹാഫ് n ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് നമുക്ക് അറിയാം. നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഫോർമുല എങ്ങനെയായിട്ട് മാറും? ഹാഫ് ഇൻറ്റു ഇവിടെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? 25. 25 ഇൻറ്റു x1 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 1 പ്ലസ് ഇവിടെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം xn എന്തായിരിക്കും? x
25. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാത്തതായിട്ട് 25ാമത്തെ ടേമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ 25ാമത്തെ ടേം കണ്ടുപിടിക്കാം. 25ാമത്തെ ടേം കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടേമിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും? 25 മൈനസ് 1, 24 മടങ്ങ് കോമൺ ഡിഫറൻസ് കൂട്ടണം. ടു ഗെറ്റ് 25th ടേം ഫ്രം ഫസ്റ്റ് ടേം വി മസ്റ്റ് ആഡ് 24 ടൈംസ് കോമൺ ഡിഫറൻസ്. ഇവിടെ x1 1 ആണ്, പ്ലസ് 24d എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു d എത്രയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 6 മൈനസ് 1 5. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 24 ഇൻറ്റു 5 എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ 4 20, 2 ബാക്കി, 2 10, 10 12. അപ്പോൾ 25ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 120ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 121. അപ്പം നമുക്ക് ഇവിടെ 25ാമത്തെ ടേം 121 കിട്ടി. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 25 ഇൻറ്റു 1 പ്ലസ് x 25ാമത്തെ ടേം. ഇവിടെ 25ാമത്തെ ടേം നമുക്ക് 121 കിട്ടി. അപ്പോൾ ഇതെന്തായി മാറും? 1/2 ഇൻറ്റു 25 ഇൻറ്റു 1 പ്ലസ് 121. അപ്പോൾ 1/2 ഇൻറ്റു 25 ഇൻറ്റു ഈ ബ്രാക്കറ്റിലെ ക്രിയ ആദ്യം ചെയ്യണം. 121ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 122. 25 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. 122 ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ 122നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 12ൽ 2 6 പ്രാവശ്യം, 6 12, 2ൽ 2 1 പ്രാവശ്യം. അപ്പോൾ 25 ഇൻറ്റു 61 എത്രയാണെന്ന് നോക്കണം. 61നെ 25 കൊണ്ട് ഗുണിച്ചാൽ 1 5 5 30, 1 2 2, 6 12. അപ്പോൾ 5 2 5 1 1525. അതാണ് 1 6 11 ഇങ്ങനെ തുടർന്നു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ്.